വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് യാതൊരു അറിവില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. നമ്മുടെ ഹെയർ കേളി ആയിട്ടിരുന്നതിന് ഇങ്ങനെയായിരിക്കും കാണാൻ. 10 മണിക്കാണ് ഞാൻ ഇമാതിരി പരിപാടികളൊക്കെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സൂപ്പറായിട്ടുണ്ട് ഗായ്സ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാളായില്ലേ നമ്മൾ വലിയ വീഡിയോ എടുത്തിട്ട്. കുറച്ച് നാളായി നമ്മൾ വിചാരിക്കുന്ന വലിയ വീഡിയോ എടുക്കണത്, പക്ഷെ അതിനെ പറ്റി ഒരു കണ്ടന്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് യൂട്യൂബിന്റെ ബാനർ കവറിൽ കണ്ടിട്ടുണ്ടാവും, കേളി പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോണേ. എനിക്ക് അറിയാൻ പാടില്ല ഇത് എന്താവും, മുടി കേളാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം എന്റെ മുടി കാലങ്ങളായിട്ട് സ്ട്രെയിറ്റ് ഹെയർ ആണ്. നിങ്ങൾക്ക് കാണാതെ സ്ട്രെയിറ്റ് ഹെയർ ആണ്, വടി പോലത്തെ മുടിയാണ്. അല്ലേ, ഞാനാണെങ്കിൽ എപ്പോഴും പോണിറ്റെയില് നല്ല ഇവിടെ പോണിറ്റെയില് കൊണ്ടുപോയി കെട്ടിയിട്ട്, സ്ട്രെയിറ്റ് ഹെയർ ഉള്ള ആൾക്കാർക്ക് പോണിറ്റെയിലോട് പ്രത്യേക താല്പര്യമുണ്ട്. ഇവിടെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലവരും വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നീ ആരെങ്ങനെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നോട്ടാൻ നോക്കും. അപ്പോൾ ബാക്കിലിരിക്കണം, അല്ലെങ്കിൽ സൈഡിലിരിക്കുന്ന ആൾക്കാരുടെ മുഖത്തൊരു ഒറ്റടിയാ സ്ഥിരം എനിക്ക് കേൾക്കാറുള്ളത്. ഈ മുടി കൊണ്ട് പറയാം അവരെൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പെട്ടെന്ന് വിളിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ പോണിറ്റെയിൽ കെട്ടിയിട്ട് നമ്മൾ നോക്കണമെങ്കിൽ കമന്റ് ബിലോ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ, നമ്മുടെ ഹെയർ കേളി ആയിട്ടിരുന്നതിന് ഇങ്ങനെയായിരിക്കും കാണാൻ. സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് കേളി ആയിട്ടിരിക്കാനും, കേളി ഹെയർ ഉള്ളവർക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ഹെയറിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ ആണല്ലോ. ഓഫ് അട്രാക്ഷൻ ആണോ എന്തോ. അപ്പൊ ഇപ്പോ സമയം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിത് രാത്രിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. സമയം 10 മണി. ഓക്കെ ഗായ്സ്, 10 മണിക്കാണ് ഞാൻ ഇമാതിരി പരിപാടികളൊക്കെ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഉച്ചയ്ക്ക് ഞാൻ നന്നായിട്ട് കിടന്നു നോക്കി. ഇപ്പം എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വൈ നോട്ട് ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. ഞാൻ എടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് വന്നിട്ട് അരാട്ടയുടെ കേളി ഹെയർ, ഇത് ക്രീമും ഇത് അരാട്ടയുടെ കേളി ഹെയർ ജെല്ല്, ഒരു കോംബോ ആയിട്ടാണ് കിട്ടിയത്. ആമസോണിലാണ് ഞാൻ മേടിച്ച്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ടോട്ടെ, യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് കയറി മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണേ. ഇതിനു മുമ്പ് ഞാൻ മൈൽഡ് ഷാമ്പൂവും കണ്ടീഷണറും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഹെയർ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അത് ഞാനിപ്പോൾ വീഡിയോ കാണിക്കട്ടെ. ഓൾറെഡി വാഷ്ഡ് ഹെയർ ആണ്. ബട്ട് ഈ വാഷ്ഡ് ഹെയറിൽ അല്ല, നമ്മുടെ കേളി ക്രീമാണ് ആദ്യം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജെല്ല് യൂസ് ചെയ്യുക. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്ക് യാതൊരു അറിവില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മളെപ്പോഴും ക്രീം അപ്ലൈ ചെയ്യണേക്കാളും മുന്നേ നമ്മുടെ ഹെയർ ആദ്യം വെറ്റാക്കി വെക്കണം. അപ്പോൾ ഞാൻ വെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു എനിക്കിഷ്ടമല്ല കട്ടൻ തുറക്കണത്, എനിക്ക് പേടി. അപ്പോൾ ഗൈസ് അപ്പോൾ ഇങ്ങനെ ഒരു കുപ്പിയിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മുഖത്തടിച്ചു ജസ്റ്റ് നമ്മൾ നന്നായി വെറ്റാക്കി കൊടുക്കുക. ഇത് കുറച്ച് ശേഷം വരണുള്ളൂ. അപ്പോൾ ഞാൻ ഇതേ മുടി നന്നായിട്ട് വെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെറ്റാക്കുമ്പോൾ പൊതുവെ ഇങ്ങനൊരു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ ഒരു കേർഡിനെസ് വരും. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് നമ്മൾ ക്രീമാണ് എടുക്കണത്. അരാട്ടയുടെ ക്രീം. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് ഇത് എന്താവുമോ എന്തോ എന്ന്. കുറെ നാൾക്ക് ശേഷമാട്ടോ ഞാൻ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ ഒരു ട്രൈ അടിക്കണം. ആക്ച്വലി ഇത് സൺസ്ക്രീൻ റൂളാണ്. എന്നാലും ഒരു കൺസിഡറബിൾ എമൗണ്ട് നമ്മൾ എടുക്കുക നമ്മുടെ മുടിക്ക് വേണ്ടത്. എനിക്കറിയാൻ പാടില്ല എനിക്ക് ഇത്രയാണോ ആവശ്യമെന്ന്. അത് ജസ്റ്റ് എടുത്തിട്ട് ക്രീം തേച്ചു. ഞാൻ നല്ല സ്മെല്ലാണ്, സൂപ്പർ സ്മെല്ലടാ, അടിപൊളിയാണടാ. ഞാൻ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഹെയറിലേക്ക് മാത്രമായിട്ടുള്ളൂ, ബാക്കിലത്തെ ഹെയറിലേക്ക് ഒന്നും ആയിട്ടില്ല. ബാക്കിലത്തെ ഹെയറിലും താഴെയും എല്ലാം ഞാൻ കൊടുത്ത് എന്നിട്ട് ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെടയൊക്കെ ഉണ്ടെങ്കിൽ അത് കളയുക. ഞാൻ ഹാൻഡ് കോമ്പ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, മാക്സിമം കൈ തന്നെ യൂസ് ചെയ്യുക. നല്ല ചെടയുണ്ട് ഗൈസ്. കുറച്ചും കൂടി ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്രീം പെട്ടെന്ന് ആവശ്യമാണ് കേട്ടോ, കാരണം എല്ലായിടത്തേക്കും എത്തണില്ല. ഓക്കെ, ക്രീം ഞാൻ നന്നായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഒരുവിധമൊക്കെ കട്ടയായി മുടി ഇങ്ങനെ സ്പ്ലിറ്റായി വന്നു. ഏഴായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞേക്കണേ.
ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കേൾസ് ഒക്കെ വരിക. നിങ്ങളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയണം നിങ്ങൾക്ക് ഏത് മുടിയാണ് ഇഷ്ടം, ഇത് കേളായതാണോ അതോ കേളല്ലാത്തതാണോ. എല്ലാ മുടി ഒരു സൈഡിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതിന് ഈ പ്രോസസ്സിന് എന്തോ പറയൂലോ, സ്ക്രഞ്ച് ചെയ്യൂ, അങ്ങനെ എന്തോ പറയും, സ്ക്രഞ്ച് ചെയ്യാൻ തോന്നുന്നു. ഇങ്ങനെ ചെയ്യും. ഇവിടെ വളഞ്ഞു എന്റെ മുടി, നിങ്ങൾക്ക് ഇത് കാണാനുണ്ടോ? ചെറിയൊരു വളച്ചിലുണ്ട്. നോക്കാം എത്ര നേരം നിൽക്കും. ഗൈസ്, അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നമ്മുടെ ഹെയർ ഒട്ടും ഡ്രൈ ആവാണ്ട് നോക്കണം. അപ്പം ഞാനിടയ്ക്ക് ഡ്രൈ എൻ്റെ ഈ ബാക്ക് സൈഡിൽ അധികം വെള്ളമായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് കുറച്ചും കൂടി ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് കുറച്ചുകൂടി ക്രീം തേക്കുകയാണ് ചെയ്തേ. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. കേളാവുന്നുണ്ട്, തേക്കൊണ്ടോ ഇങ്ങനെ കേള ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം നിൽക്കും, ശരിയാവോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഗൈസ്. എനിക്ക് വേറൊരു ലുക്കിൽ എന്നെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സാധാരണ ഞാൻ ആമസോണിൽ നിന്ന് മേടിക്കുന്ന പ്രോഡക്ട്സ് ലൈക്ക് വൈറൽ പ്രോഡക്ട്സ് ഒക്കെ ഗുണമുണ്ട്. വൺ ടൈം യൂസ് ആണ്. കാരണം ഈ ലിപ് ബാം ആയാലും അധികം യൂസ് ചെയ്യാൻ എനിക്കല്ല, നമ്മുടെ മുടിക്ക് ഭയങ്കര ശ്രമിക്കില്ല. ഞാൻ ലിപ് മാസ്ക് എന്നൊക്കെ നമുക്ക് വൈറലായിട്ടുള്ള സാധനം, പക്ഷെ അതൊന്നും നമുക്ക് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അതൊക്കെ യൂസ്ഫുൾ. അല്ലാണ്ടൊന്നും അത്ര വേസ്റ്റ് ആണ് പ്രോഡക്ട്സ് ഗൈസ്. നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാകും പ്രോഡക്ട്സ് ഒക്കെ. ഒരു ഇതൊക്കെ നന്നായി ചെയ്ത് നോക്കൂ. താഴെയൊക്കെ നല്ല നല്ല കളിയായിട്ടുണ്ടല്ലേ. എന്നാലും മാക്സിമം ചുരുട്ടി കയറ്റന്നെ. ദിസ് ഇസ് ഗുഡ്. നല്ലൊരു ക്രീമാട്ടോ അത്. ഭയങ്കര ക്ഷമ വേണം ഗൈസ്. കുറച്ചധികം നേരം എടുക്കും കേട്ടോ ഇത്. ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കേണ്ടി വരും. നല്ല സമയം എടുത്ത് ചെയ്യാം, നല്ല പേഷ്യൻസിൽ നിങ്ങൾ ചെയ്യാം. അമ്മേ ഗൈസ്, നമ്മളപ്പോൾ ഒരു അരമണിക്കൂറത്തോളം കേൾ ചെയ്ത് ഇങ്ങനെ ആക്കി വച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് ഇനി അടുത്ത ഞാൻ യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് ഞാനേ തല ഇങ്ങനെ ചിരിച്ച് വെച്ചേക്കുക. ഈ സൈഡിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കഴുത്തൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അപ്പുറത്തോട്ടെല്ലാം മുടിയിട്ട്. അപ്പോൾ അടുത്ത നമ്മൾ ജെല്ലാണ് യൂസ് ചെയ്യാൻ പോണത് കേട്ടോ. അത്യാവശ്യം കുറച്ചധികം എമൗണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുതലാവില്ല. ചെയ്യാൻ പറ്റില്ല. മുതലാവത്തില്ല, കാരണം കുറച്ചധികം നമ്മളിത് യൂസ് ചെയ്യേണ്ടി വരും. ഈ സാധനം എടുത്തിട്ട് നമ്മുടെ ഹെയർമേ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ചെയ്ത കേൾസ് സെറ്റാവും എന്നാണ് പറയണത്. ഇത് പോരാ, കുറച്ചധികം എടുക്കണം. ഇത്ര എടുത്തിട്ടുണ്ട്. ഇപ്പം ഹെയർ ത്രൂ ഔട്ട് എല്ലാവർക്കും ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അന്ന് ഇത് സെയിം പ്രോസസ് ചെയ്യുക. ഇങ്ങനെ കുറച്ചുകൂടി ഡിഫൈൻഡ് ആവും. ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് വാട്ടർ ചെയ്ത് കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതാണല്ലോ, സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെയും കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുക. ചിലവരൊക്കെ ഇങ്ങനെ പാട്ടായിട്ടുണ്ട്. ഞാൻ ചില ബാക്ക് സൈഡ് ഒന്നും ഒട്ടും ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പാർട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ആക്കാൻ ചെയ്ത് ജെല്ല് പറ്റിയിട്ട് മൂടി നന്നായിട്ട് ഇങ്ങനെ കഴുകി കൊടുക്കുക. ഗൈസ്, അപ്പോൾ ജെല്ലൊക്കെ തേച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ്സോളം ഞാൻ ഇങ്ങനെ ചെയ്ത് വേർത്ത് കുടിച്ച്. അപ്പം ഇങ്ങനെ ഈ ഇത്ര കേൾസ് എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ വിചാരിച്ചു അങ്ങനെ ചുരുണ്ടങ്ങട് അങ്ങനെ. പക്ഷെ കുഴപ്പമില്ല, ഇത്രയെങ്കിലും കിട്ടിയല്ലോ. കാരണം എനിക്ക് നല്ല സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. ഞാൻ ഭയങ്കര കേളാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഭയങ്കര കേൾസ് ഒന്നുമില്ല. ചെറിയൊരു വേവി പോലെയാണ് കേട്ടോ എൻ്റെ ഹെയറിന് വന്നത്. പക്ഷെ കുഴപ്പമില്ല, കാരണം എൻ്റെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അധികം നേരം നോക്കില്ല. കഷ്ടപ്പെട്ട് ഇങ്ങനെ ഹീറ്റ് ചെയ്ത് ഇങ്ങനെ ചുരുളിക്കണ ഹെയറാ, ചുള്ളി നിൽക്കാത്ത ഹെയറാ. അപ്പം ഇതിപ്പോൾ നാച്ചുറലി ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി നമ്മളിത് നല്ല
ഡ്രൈ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ ഈ കേൾസ് കറക്റ്റ് നല്ല ഡിഫൈൻഡ് ആയിട്ട് വരും എന്നാണ് പറയണേ. ഇപ്പം ഞാൻ കേള് ഇങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആണോ ഓരോ മുടികളും കേൾസ് ആയിട്ടുണ്ട്. എൻ്റെ നല്ല ലൈറ്റ് കേളാണായിരിക്കും, ഹെവി കേളല്ല, ലൈറ്റ് കേൾ. ഇനി നമുക്ക് കാറ്റൊക്കെ അടിച്ചിട്ടൊന്ന് ഉണക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. ഗായ്സ് സൂപ്പർ ആയിട്ടുണ്ട് ഗായ്സ്. കേൾ എന്ന് പറഞ്ഞാണല്ലോ ഉണങ്ങി വന്നപ്പോൾ ലുക്ക് എനിക്ക് ഇഷ്ടമായി. ഞാൻ ഇത്രയും കേളാവുന്ന സത്യം പറയാൻ വിചാരിച്ചില്ല കേട്ടോ. പ്രോഡക്റ്റ് ഒക്കെ കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു കൂടി ഞാൻ ഇങ്ങനെ ആക്കി എടുത്തേന്നാലേ. ജസ്റ്റ് വാവ്, നല്ല വ്യത്യാസമുണ്ട്. ഞാനിത് നല്ല ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ഇട്ടിട്ടൊന്നുമില്ല, ജസ്റ്റ് ഹെയർ ഡ്രൈ ചെയ്തു. കണ്ടോ ഹെയറൊക്കെ ഫ്രണ്ടിലോട്ട് ഇത്ര കേളായിട്ടുണ്ട്. പ്രൊഡക്റ്റ് അടിപൊളിയാണ് ഗൈസ്. ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ച ഇങ്ങനെ ഇത്രയും ചുള്ളു ഞാൻ വിചാരിച്ചില്ല. ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ ഒരു വെറൈറ്റി ലുക്ക് ഒക്കെ കിട്ടാൻ വേണ്ടി സൂപ്പർ ആട്ടോ കേളാവുന്നുണ്ട്. എത്ര സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും കയറും. അത് ഞാൻ ഉറപ്പ് പറയാം. കുറച്ചധികം സമയം എടുത്തു. ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. സമയം 11:45 നോക്കൂ, 11:45 സമയം. അത്രയും നേരം ഞാൻ ഇതിന് എഫേർട്ട് ഇട്ടു. ഓൾമോസ്റ്റ് നമ്മൾ 10 മണിക്കല്ല തുടങ്ങിയത്. 10 മണിക്ക് തുടങ്ങിയിട്ട് ഈ നേരമായി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ. പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. നല്ല കേളായിട്ടുണ്ട്. യെസ്, നമുക്ക് ഇത്ര എഫേർട്ട് എടുത്ത് റിസൾട്ട് കിട്ടുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഈ പ്രോഡക്റ്റ് എന്തായാലും മേടിച്ച് കേളാവുന്ന എനിക്ക് അത്ര സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും കേളാവുന്ന ഉറപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതേപോലെ എന്തെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഓഫ്കോഴ്സ് എനിക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് എന്തായാലും നോക്കാം. ഇതിനെന്തായാലും നല്ല റിസൾട്ട് കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. കേളായോ ഇല്ലയോ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടോ? നല്ല വ്യത്യാസമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മുടിയാണ് ഞാൻ ഇങ്ങനെ ആക്കിയത് അല്ലേ ഗൈസ്? അപ്പോൾ ആരെങ്കിലും കേൾസിന് നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അരാട്ടയുടെ പ്രൊഡക്ട്സ് എന്തായാലും യൂസ് ചെയ്തോളൂ. നല്ല എഫക്റ്റീവാണ്, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയോണ്ട് നല്ല ഹാപ്പി ആയിട്ട് എനിക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റും. ഉറക്കമൊക്കെ ഓൾറെഡി വന്നു തുടങ്ങിയതല്ലോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.